നമുക്ക് മഴ മുന്നറിയിപ്പുകൾ കൂടി നോക്കി വരാം. സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. ഈ കർക്കിടകവാവ് ബലിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ കേട്ടു, പലരും പറഞ്ഞു പുലർച്ചെ മുതൽ വലിയ മഴയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ ഏത് രീതിയിലാണ് സംസ്ഥാനത്ത് ഓരോ ജില്ലയിലുമുള്ള അലേർട്ടുകൾ ഇന്ന് നോക്കി വരാം. ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അത് മനു അങ്ങ് പറഞ്ഞാൽ പിന്നെ മാനസയെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കിത് പറയണ്ടേ. അപ്പോൾ നമുക്ക് മാനസയെ കൂടി കണക്ട് ചെയ്യാം. മാനസയോട് നമുക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാനസയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ നമുക്ക് നൽകാനായി. വലിയ അടിയാണ്. എന്തുകൊണ്ടാണ് മഴ മുന്നറിയിപ്പ് നൽകുന്നത്? ഓരോ ജില്ലയിലും വന്ന മഴ മുന്നറിയിപ്പ്, ചക്രവാത ചുഴ, വിഭ എന്ന് പറയുന്ന പുതിയ ചക്രവാതത്തിന്റെ ഒക്കെ പേരുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വാധീന ഫലമായാണ് കാറ്റ്. അടുത്ത 5 ദിവസത്തേക്ക് മഴ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട്. വലിയ മഴ, ശക്തമായ മഴ. പറയൂ മാനസ. അത് തന്നെയാണ് വിനിഷ, മനു നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ചുഴലിക്കാറ്റിന്റെയും ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഇങ്ങനെ ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നതും അതിതീവ്രമാകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് ശക്തമായ മഴയാണെങ്കിലും നാളെയോടെ മഴ അതിശക്തമാകും എന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതായത് നാളെ മുതൽ 3 ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ടാണ് വിവിധ ജില്ലകളിലായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതിന്റെ കാരണമായി പറയുന്നത് തെക്കൻ ചൈനയിലുണ്ടായ വിഫ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും ഇന്നും ശക്തമായ രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത കൈവിടാതെ തുടരണം എന്ന് തന്നെയാണ്. അതായത് നേരിയ ഒരു മഴ ശമനമുണ്ടാകുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കാതെ ഇരിക്കരുത് എന്ന മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നുണ്ട്. നിലവിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ 8 ജില്ലകളിൽ, അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഉള്ളത്. നാളെയും മറ്റന്നാളും ഒക്കെയായി വ്യാപക മഴ സാധ്യത തന്നെയാണ് കണക്കിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തെക്കൻ, മധ്യ, വടക്ക് ജില്ലകളിൽ എല്ലായിടങ്ങളിലും ശക്തമായ രീതിയിലുള്ള മഴ ലഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ശക്തമായ കാറ്റ്, അതായത് മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ പൊതു ഇടങ്ങളിലൂടെ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതിയാണ്. നമുക്കറിയാം നല്ല ശക്തമായ കാറ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അല്പസമയം മുൻപ് വരെ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാറ്റും ശക്തമാകുമ്പോൾ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. പോസ്റ്റ്, അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ലൈൻ, ഇതൊക്കെയും തന്നെ പൊതുജനങ്ങൾ അതീവ ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം കടൽക്ഷോഭ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത്, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രത്യേക ജാഗ്രത നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിൽ, മലയോര മേഖലയിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. ഒപ്പം താഴ്ന്ന ഭാഗങ്ങളിലുള്ളവർ പെട്ടെന്ന് ഉരുൾപൊട്ടൽ സാധ്യത, അതോടൊപ്പം തന്നെ വെള്ളം കയറുന്ന സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാറി താമസിക്കേണ്ട സ്ഥിതി വന്നാൽ അധികൃതരെ അറിയിച്ച് മാറി താമസിക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ കൺട്രോൾ റൂമുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ അധികൃതരെ ബന്ധപ്പെടണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മോശം കാലാവസ്ഥയായതിനാൽ തന്നെ കേരള തീരത്ത് മത്സ്യബന്ധന വിലക്കും തുടരുകയാണ്.